ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവധി ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പൊ സാധാരണ നമ്മൾ അവധി ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റുടനെ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അവധി ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ട് ചായ ഉണ്ടാക്കിക്കുക. ഒരു 8ാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ചായ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിർബന്ധമായിട്ടും അവരെ കൊണ്ട് ചായ ഇടിപ്പിക്കുക അവർക്ക് അവധിയുള്ള ദിവസങ്ങളിൽ. അപ്പോ നമ്മൾ ജസ്റ്റ് തീരെ അറിയാത്ത കുട്ടികളാണെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പഠിച്ചോളും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിൽ സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, നൂലപ്പം, പുട്ട്, ഇഡ്ഡലി ഇതുപോലുള്ളവ ആയിരിക്കും. പിന്നെ അവധി ദിവസം ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യുക. ഇപ്പൊ കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ച് ഒക്കെ ആയിരിക്കും ഇഷ്ടം. അത് മയോണൈസ്, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ്, ഇതൊക്കെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. അപ്പം ഒരു ദിവസം ഇടയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലൊക്കെ ബിരിയാണിയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ്, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ സാധാരണ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അവധി ദിവസം അവർക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാനുള്ളതൊക്കെ ആയിട്ട് പോവും. പിന്നെ ഈ CBSE കുട്ടികൾക്ക് പൊതുവെ ഹോം ട്യൂഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഇഷ്ടംപോലെ ട്യൂഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. കുറഞ്ഞ ഫീസ് നിരക്കിൽ ധാരാളം ട്യൂഷൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഹൗസ് വൈഫ് ഒക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ജോലികളായിരിക്കും. അപ്പോൾ നമ്മൾ സാറ്റർഡേ, സൺഡേ, ഹോളിഡേയ്സിലൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കുക. വളരെ സ്ലോ ആയിട്ടൊക്കെ ജോലി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുക. അതുപോലെ ചില റെസിപ്പീസ് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവാറുണ്ട്, നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റെസിപ്പീസിന്റെ ലിങ്ക് സേവ് ചെയ്തിടുകയോ അല്ലെങ്കിൽ അതൊന്ന് കുറിച്ച് വെക്കുകയോ ചെയ്യുക. അപ്പൊ വീണ്ടും ഇടയ്ക്കൊക്കെ നമുക്ക് അത് നോക്കിയിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോ പിന്നെ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വെജിറ്റബിൾസ് ഒക്കെ സാവധാനം എല്ലാം അരിഞ്ഞു വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്യുക. വളരെ റിലാക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 2-3 മണിക്കൂർ നമുക്കായിട്ട് മാറ്റിവെക്കുക. നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ആണത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് ആ സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം. സാധാരണ വീട്ടമ്മമാർക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റിവെക്കാം. അപ്പൊ ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ധാരാളം വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും മനസ്സിന് സന്തോഷം തരുന്ന ന്യൂസുകളും വീഡിയോസും മാത്രം കാണുക. കാരണം നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ അത് നന്നായിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ എപ്പോഴും വിഷമം പിടിച്ച വീഡിയോസ്, മരണം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മൈൻഡിനെ വല്ലാതെ അഫക്ട് ചെയ്യും. അപ്പൊ എപ്പോഴും മൈൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മളെപ്പോഴും വീഡിയോസ് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയോജനം നൽകുന്ന വീഡിയോസ് കാണുക. അപ്പൊ നമ്മൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അതുപോലെ തന്നെ ചില വീഡിയോസിൽ നമ്മൾ അഡിക്റ്റഡ് ആകാറുണ്ട്. അപ്പൊ ആ അഡിക്ഷൻ വരുന്നു എന്ന് കാണുമ്പോൾ ജസ്റ്റ് മൊബൈലിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് വേണം കാണാനായിട്ട്. അപ്പൊ ചില ചാനലുകളിലൊക്കെ നമ്മൾ അഡിക്റ്റ് ആയി പോവാറുണ്ട്. ചില വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അപ്പൊ അങ്ങനെ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ 2-3 മണിക്കൂർ ഫോണിൽ തന്നെ നോക്കിയിരിക്കാതെ കുറച്ച് നല്ല ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് വായിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് ഹോബീസ് കാണും അല്ലെ. അപ്പൊ ആ ഹോബീസിനായിട്ട് കൂടി സമയം കണ്ടെത്തുക. ഇപ്പൊ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബീസാണ്, ഇപ്പൊ സാധാരണ പെൺമക്കളൊക്കെയുള്ള അമ്മമാരാണെങ്കിൽ നമുക്കറിയാം അവരുടെ ആക്സസറീസിനൊക്കെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ കമ്മലിന് മാല, വളകള്, അതുപോലെ ബ്രേസ്ലെറ്റ്, തലയിലിടുന്ന സാധനങ്ങൾക്കൊക്കെ ലേഡീസ് സ്റ്റോറിൽ ഭയങ്കര വിലയാണ്. നമ്മളൊന്ന് കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് എങ്ങനെയാണ് കമ്മൽ ഉണ്ടാക്കുന്നത്, മാല ഉണ്ടാക്കുന്നത്, അതിനെ സംബന്ധിച്ച് ധാരാളം വീഡിയോസ് ലഭ്യമാണ്. അപ്പൊ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ സ്വയം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ. അങ്ങനെ നമുക്ക് ഒരുപാട് പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.